വേൾഡ് ജോഗ്രഫിയിൽ ഇന്ന് ഭൂകമ്പങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഭൂമിക്കുണ്ടാകുന്ന കമ്പനമാണ് ഭൂകമ്പങ്ങൾ. വിവിധ ദിശകളിലേക്ക് തരംഗരൂപത്തിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്ന ഒരു സ്വാഭാവിക പ്രതിഭാസമാണ് ഭൂകമ്പം. ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതിലെ പ്രധാന ഘടകം ഭൂകമ്പങ്ങളാണ്. ഭൂകമ്പം എന്ന വാക്ക് ഉത്ഭവിച്ച ഭാഷ ഗ്രീക്ക്. ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനം സീസ്മോളജി. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം സീസ്മോഗ്രാഫ്. ഭൂകമ്പ തരംഗങ്ങളുടെ ഗതിവിഗതികൾ രേഖപ്പെടുത്തുന്ന രേഖ സീസ്മോഗ്രാഫ്. ഭൂകമ്പത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്ന സീസ്മോഗ്രാഫിലെ ആയതിയുടെ ആംപ്ലിറ്റ്യൂഡിൻ്റെ അളവിനെ അടിസ്ഥാനമാക്കിയാണ്. ആധുനിക സീസ്മോഗ്രാഫ് കണ്ടുപിടിച്ചത് ജോൺ മിൽനി. ഭൂകമ്പത്തിൻ്റെ വ്യാപ്തി അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം റിയാക്ടർ സ്കെയിൽ. റിയാക്ടർ സ്കെയിൽ കണ്ടുപിടിച്ചത് ചാൾസ് ഫ്രാൻസിസ് റിയാക്ടർ. റിയാക്ടർ സ്കെയിലിൻ്റെ അളവ് 0 മുതൽ 10 വരെയാണ്. റിയാക്ടർ സ്കെയിലിൽ എത്രയ്ക്ക് മുകളിലാകുമ്പോഴാണ് ഭൂകമ്പങ്ങൾ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്? 5.5 മുകളിൽ. ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്ന ഏകകം മെർക്കല്ലി സ്കെയിൽ. ഇറ്റാലിയൻ ഭൂകമ്പ ശാസ്ത്രജ്ഞനായ മെർക്കല്ലിയുടെ പേരാണിതിന് കൊടുത്തിട്ടുള്ളത്. മെർക്കല്ലി സ്കെയിൽ 12 യൂണിറ്റുകളായി തിരിച്ചിട്ടുണ്ട്. ഒരു ഭൂകമ്പം സൃഷ്ടിക്കുന്ന നാശനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീവ്രത നിർണ്ണയിക്കുന്നത്. ഇതിൻ്റെ തോത് 1 മുതൽ 12 വരെ ആകാം. റോസി ഫോഴ്സൽ സ്കെയിൽ ഉപയോഗിക്കുന്നത് ഭൂകമ്പ തീവ്രത അളക്കാനാണ്. ഭൂകമ്പ മാപിനി ആദ്യമായി ഉപയോഗിച്ച രാജ്യക്കാർ ചൈനക്കാർ. ഭൂവൽക്കത്തിനുള്ളിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്ന കേന്ദ്രമാണ് പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഫോക്കസ്. ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്ന ചലന കേന്ദ്രമാണ് പ്രഭവ കേന്ദ്രം. ഹൈപ്പോസെൻറ്റർ എന്നറിയപ്പെടുന്നതും ഈ പ്രഭവ കേന്ദ്രത്തെയാണ്. ഭൂകമ്പ നാഭിക്ക് നേരെ മുകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ബിന്ദു അതികേന്ദ്രം. ഭൂകമ്പം ഏറ്റവും ശക്തിയായി അനുഭവപ്പെടുന്ന സ്ഥലം അതികേന്ദ്രം. ഭൂകമ്പ തരംഗങ്ങൾ ആദ്യം എത്തിച്ചേരുന്നത് അതികേന്ദ്രത്തിലാണ്. തുടർ ഭൂകമ്പങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഹെയ്ത്തി. ലോകത്ത് രേഖപ്പെടുത്തിയവയിൽ ഏറ്റവും തീവ്രതയേറിയ ഭൂകമ്പം നടന്ന സ്ഥലം ചിലിയിലെ വാൽഡീവിയയിലാണ്. 9.5. ഭൂകമ്പങ്ങളുമായി ബന്ധപ്പെട്ട ആധികാരിക പഠനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ലോക ഭൂകമ്പ വിജ്ഞാന സമിതി. തുടർ ചലനങ്ങൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളിലെ ജലം പരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ ഏത് വാതകത്തിൻ്റെ സാന്നിധ്യമാണ് ഈ പ്രദേശത്തെ ഭൂകമ്പ സാധ്യതാ മേഖല എന്ന് പരിഗണിക്കാൻ കാരണമാകുന്നത്? റെഡോൺ. റിപ്പീറ്റ് കേൾക്കാൻ ശ്രമിക്കുക. അപ്പം ഇന്ന് കേട്ടിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഒന്നുകൂടെ എടുത്ത് കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊന്ന് ബൈ ഹാർട്ട് ആവും.